ഹായ് ഫ്രണ്ട്സ് കേട്ടപ്പാ ആറാം ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് നിറയെ മെഡിസിൻ ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡ് പാക്ക് എല്ലാം കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് അതെല്ലാം കോണായി. ആറാം പറയായിരുന്നു എനിക്ക് എല്ലാം ജോലി കഴിഞ്ഞു, ഞാൻ കൊറിയക്ക് പോവാം എന്ന് പറയായിരുന്നു. ഹീറോ പറഞ്ഞ മോം ഡാഡി ഉമ്മ ഞാൻ കൊറിയക്ക് പോവാം, എനിക്കവിടെ കോളേജുണ്ട് എന്ന് പറയായിരുന്നു. ശരി ചേട്ടാ പറയായിരുന്നു. ഹീറോയിൻ്റെ ഇച്ച പറയായിരുന്നു എനിക്ക് ലേറ്റായി ഉമ്മ, എനിക്കും കോളേജുണ്ടോ, എനിക്ക് അവിടെ ജിമ്മുണ്ടോ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും ആറാമിൻ്റെ കൂടെ പോയിരുന്നു. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. ഹീറോയിനും ഉമ്മ ഉപ്പ ഗ്രാൻഡ് പറയായിരുന്നു നമ്മുടെ മോക്ക് ജസക്ക് മാരേജ് ചെയ്യാം, വയസ്സായില്ലേ, അതൊക്കെ ചെക്കനെ എവിടുന്നാണ് നോക്കുന്നത്, അല്ല അവന് പേരെന്താന്ന് പറഞ്ഞത് എന്നെ ഹീറോയിൻ്റെ ഉപ്പുപ്പ കേൾക്കായിരുന്നു. അവൻ്റെ പേര് നംജുൻ, എന്നെ ആറാമെന്ന് വിളിക്കാമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഇനി ആറും എന്ന് വിളിക്കുക, പിന്നെ എന്ത് പേര് എനിക്കൊന്നും അറിയില്ല, വായിൽ വരുന്നില്ല, എന്തോ ഒരു ആറും എന്ന് പറയണ കേട്ടായിരുന്നു. അത് ഹീറോയിൻ്റെ ഉമ്മ പറയായിരുന്നു. അത് കേട്ട് ശരി അവനിക്ക് ഇവൾക്ക് മാരേജ് കഴിക്കാം, അതെങ്ങനെ ശരിയാവും എന്ന് ഹീറോയിൻ്റെ ഉപ്പ കേൾക്കായിരുന്നു. ബാപ്പ അതെന്താ അവൻ എന്ത് ഇതറിയില്ലല്ലോ. ഉമ്മമ്മ പറയായിരുന്നു. നീ എന്താടാ നീ പറയണത്, എൻ്റെ ഉമ്മ ലവ് മാരേജ് കഴിച്ചത് എന്നെ മുത്തശ്ശി പറയായിരുന്നു. ഉമ്മമ്മ പറയുക എന്ന് പറയായിരുന്നു. എൻ്റെ ഉപ്പ എന്താണെന്ന് അറിയുമോ, അതിങ്ങനെയായിട്ട് എൻ്റെ ഉപ്പ ക്രിസ്ത്യനാണ്, എൻ്റെ ഉമ്മ മുസ്ലിം, രണ്ടുപേരും ലവ് മാരേജ് കഴിച്ചതാണ്. എൻ്റെ ഉപ്പ മാറിയിട്ട് അതേമാതിരി മോശമല്ലേ ഇവർക്ക് മാരേജ് കഴിച്ച് കൊടുക്കുക ഏനെ ഉമ്മ ഗ്രാൻഡ്മ പറയായിരുന്നു. അത് കേട്ടിട്ട് ശരി ഓക്കെ സംസാരിച്ച് നോക്കാം എന്നവർ പറയായിരുന്നു. രണ്ടുപേർക്കും മാരേജ് കഴിക്കുക എന്ന് പറയുന്നു. ശരി ഓക്കെ നമ്മളെ മകനിക്ക് മാരേജ് കഴിക്കണ്ടേ, ഇവൾക്ക് മാത്രം മാരേജ് കഴിച്ചാവോ എന്നിട്ട് കേൾക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു അവർ പെണ്ണ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എനിക്ക് ചേട്ടനിക്ക് പെണ്ണ് നോക്കാൻ വേണ്ടി പോയിരുന്നു. പെണ്ണ് നോക്കാൻ പോയിരുന്നു. അപ്പോൾ ഉമ്മ പറയായിരുന്നു ഇവനിക്ക് എന്നെ പെണ്ണ് നോക്കുന്നേ, എനിക്ക് പെണ്ണ് അറിയോ എന്നെ ഹീറോയിൻ്റെ ഉമ്മ പറയായിരുന്നു. ആരാ പെണ്ണ്, നമ്മളെ ഫ്രണ്ട് ഉണ്ടല്ലേ അവളെ നോക്കാം എന്ന് പറയായിരുന്നു. ഇത് കേട്ട് നല്ല കാര്യം. അങ്ങനെ ജസൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കോൾ ചെയ്ത് പറഞ്ഞു ഞങ്ങൾ പെണ്ണ് നോക്കാൻ വരുന്നത്. എനിക്ക് ആരും വരുന്നത് ജസൻ്റെ ഫ്രണ്ടിക്ക് നല്ല വർക്കായിരുന്നു, നല്ല ഉറങ്ങിയായിരുന്നു. നൈറ്റ് ഇവിടെ ടയർഡായി എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുകയുണ്ടായിരുന്നു. നല്ല ഉറക്കായിരുന്നു പാവം നമ്മളെ കുട്ടിക്ക്. നമ്മളെ ഫാത്തിമ ആണ് ഹീറോയിൻ്റെ ഫ്രണ്ട്, ഫസ്റ്റ് ഫ്രണ്ടാണ് ഫാത്തിമ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. നല്ല ഉറക്കായി. എടി ഫാത്തിമ എന്തോമ്മ കുറച്ച് ഉറങ്ങാം, മോണി രാവിലെ എന്നിന് ജാവ് വിളിക്കുക. എടി ഫാത്തിമ ഉറങ്ങുക എന്താ എണി, രാവിലെ ആയി മണി എത്രയായി, 8 മണി ഞാൻ ഉറങ്ങുന്നു. എടി ഇന്ന് പെണ്ണ് കാണാൻ വരാ, പെണ്ണ് കാണാം സാരില്ല. എന്താ പെണ്ണ് കാണാൻ വരുന്നതാ, അതേ മോളെ പെണ്ണ് കാണാൻ വരാ, പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ എൻ്റെ ക്രഷ് പോയോ അത് ഫാത്തിമ കരിയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനായിട്ട് ഹീറോയ്ക്ക് കോൾ ചെയ്ത് ഹീറോ ഫോൺ എടുക്കില്ല. എടി റാസ്കള് എന്താ എടുക്കുന്നില്ല ഫോൺ എന്ന് പറഞ്ഞ് ഫാത്തിമക്ക് ടെൻഷനായിരുന്നു. സസ ഫോൺ എടുക്കില്ല. സസ അവിടെ നൈറ്റായിരുന്നു, അതൊക്കെ നല്ല ഉറക്കും പാവ സസ. കോളേജ് അവർക്ക് ടയർഡായിട്ട് രാത്രിയായില്ലേ, അവിടെ നല്ല ഉറക്കം അതൊക്കെ. അങ്ങനെയായിട്ട് കണ്ടു കഥ സസ പോതെ ഇത് വേറെ പണിയില്ല എന്ന് പറഞ്ഞ് സസ കണ്ടു കഥ അങ്ങനെ റെഡി ആയിട്ട് വന്നായിരുന്നു. അതൊക്കെ ഫാത്തിമക്ക് സാഡായിരുന്നു. എൻ്റെ ക്രഷിനെ കുറച്ചൊരു മാരേജ് കഴിക്കാതിരിച്ച എനിക്ക് പെണ്ണും കാണാൻ വരുമോ എന്ന് പറഞ്ഞത് ഇതൊക്കെ നല്ല പാർശ്വമായിരുന്നു. ഫോൺ എടുക്കുന്നില്ല പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഫാത്തിമ റെഡി ആയിരുന്നു. അത് പറഞ്ഞത് കണ്ണുകള ഉറക്കമായിരുന്നു പാവ ഹീറോയി, പറഞ്ഞ് ഉറക്കത്തിലായിരുന്നു. ഇപ്പോൾ പെണ്ണ് കാണാൻ വന്നു. എൻ്റെ ക്രഷിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ പെണ്ണ് കാണാൻ വന്നായിരുന്നു. തലവഗ്ഗിയുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ വീട്ടിലെല്ലാം സംസാരിക്കുമായിരുന്നു. എന്നെ പറഞ്ഞ് അവർ ഓർപ്പിച്ച് പോയി. അവൾ വീടൊന്നും നോക്കിയില്ല, ആൻറ്റി ചുമ്മാ വന്നതായിരിക്കും എന്ന് പറഞ്ഞു ഭയങ്കര സാഡായിരുന്നു. പോയിട്ട് എല്ലാം ഉറക്കമായിരുന്നു. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അതെ മാരേജ്, അങ്ങനെ ഹീറോയ്ക്ക് മാരേജുമാണ്, ഫാത്തിമാക്കും മാരേജ്. അതെ എല്ലാവർക്കും മാരേജാണ്. 3 മാരേജ് നടക്കുന്നു. 3 മാരേജ് നടക്കുന്നുണ്ട്. അതെ 3 പേർക്കാണ് മാരേജ് നടക്കുന്നത് എന്ന് പറയും കേട്ടായിരുന്നു. ഇത് കേട്ടുമ്പോൾ 3 മാരേജാ എന്ന് പറഞ്ഞു അവൾക്ക് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നന്നായിട്ട് നടക്കാൻ പോകുന്നു, എല്ലാം റെഡി ആയിരുന്നു. അങ്ങനെയായിട്ട് നംജുൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെയായിട്ട് നംജുന് ഫസ്റ്റ് മാരേജ് ഹീറോയിൻ്റെ, അങ്ങനെയായിട്ട് ഹീറോയിൻ മാരേജ് നന്നായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെയായിട്ട് പെണ്ണ് വരാൻ പറ്റായിരുന്നു. അങ്ങനെ പെണ്ണ് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ചെക്കന് വന്ന് അവിടെ ഇരുന്നായിരുന്നു. ചെക്കന് വന്നിരുന്നായിരുന്നു. അങ്ങനെ 2 മാരേജ് നന്നായിട്ട് നടക്കാൻ തുടങ്ങി. 2 ഗ്രൂപ്പ് രണ്ടാൾ വന്നിരുന്നു. പിന്നെ അങ്ങനെയായിട്ട് 2 പേര് വന്നിരുന്നായിരുന്നു ഗേൾസ്.
അങ്ങനെ പിന്നെ ബോയ്സ് വന്നായിരുന്നു. ബോയ്സ് അങ്ങനെ ഓരോന്ന് പാർട്ട്ണർ ഇട്ട് ഓരോന്നാളെ ഇരുന്നായിരുന്നു. മാരേജ് ഒന്നായിട്ട് നടന്നായിരുന്നു. സാഡായിരുന്നു. അങ്ങനെ ഇപ്പം വീട്ടിലേക്ക് പോയായിരുന്നു. അങ്ങനെ ഇപ്പം നൈറ്റായിരുന്നു. റൂമിലേക്ക് വന്നായിരുന്നു. ഫസ്റ്റ് നമുക്ക് ഫാത്തിമ നോക്കായിരുന്നു. ഫാത്തിമ ഒരുപാട് സാഡായിരുന്നു. ഫാത്തിമ ലോക്ക് ചെയ്ത് വന്നായിരുന്നു. തലബഗ്ഗായിരുന്നു. അങ്ങനെ കാട്ടിയായിരുന്നു. അവിടെ ഇങ്ങനെ മെയിൻ അവിടെ ടേബിൾ വെച്ചിട്ട് എന്താ മാറിന് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലപ്പാ ഫാത്തിമ കുട്ടി എന്ന് പറയായിരുന്നു. ഫാത്തിമക്ക് ഈ വോയിസ് എവിടെയോ കേട്ട വോയിസ് മാതിരിയുണ്ട്. എൻ്റെ ഭാഗ്യമൊക്കെ ഫാത്തിമക്ക് ഷാക്ക് എന്താ എന്നെ കണ്ടു ഞാൻ കേട്ടായിരുന്നു. എന്താ എന്ന് കേൾക്കായിരുന്നു. അത് അതെന്ന് പറഞ്ഞ വീടെല്ലാം റെഡ് കളറാകാൻ തുടങ്ങി. ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതെ, വേറെ ആരുമല്ല, ഹീറോയിൻ്റെ ഫാത്തിമ ലവ് ചെയ്ത ക്രഷാണ്. ക്രഷ് കൂടെയാണ് മാരേജ് ആയത്. വേറെ ആരല്ല, ഹീറോയിൻ്റെ ചേട്ടൻ എന്നാലും അവൾക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. ക്രഷായിരുന്നു. ഹീറോയ്ക്ക് ഓൾറെഡി അറിയും, ഹീറോയിൻ്റെ ചേട്ടന് ഓൾറെഡി അറിയും അവളതിന് പുറകെ നടക്കാൻ. അതുകൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിന് കാട്ടിക്കൊണ്ട് ഓക്കെ എന്ന് കാര്യം പറയായിരുന്നു. നല്ല കുട്ടി, എനിക്ക് ഓക്കെ എന്ന് പറയായിരുന്നു. ഇത് കേട്ട ഫാത്തിമക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആഹാ ഫാത്തിമ, അയ്യോ അയ്യോ, എനിക്ക് ഭയങ്കര ഹാപ്പി. ഇപ്പം നഞ്ചൂര് നോക്കുക, നഞ്ചൂര് സംസാരിക്കുക. ഇപ്പോൾ ഒന്നും വേണ്ട, കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം അറിഞ്ഞ പിന്നെ നമുക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയായിരുന്നു. അവിടെ ഭയങ്കര ലൈഫ് സ്റ്റാർട്ടായിരുന്നു. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഫാത്തിമക്ക് ട്വിൻസ്, ഒരു ബോയ് ബേബി ഒരു ഗേൾ ബേബി ചേർന്ന്. ഹീറോയിൻ കോളേജ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഫാത്തിമ പറയായിരുന്നു, മച്ചി ഞാൻ വേണം കരാച്ചി പഠിക്കാം, നീ പഠിച്ചോ എന്ന് പറഞ്ഞു. ഹീറോയിൻ പഠിച്ചിട്ട് എല്ലാം കഴിഞ്ഞായിരുന്നു. ഇപ്പം ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. 4 ബേബിയാണ്. 4 ബേബീസ് 4 ബേബി, 2 ബോയ്സ് 2 ഗേൾസ് ആണ്. ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അവരിപ്പോൾ വളർന്നു വലുതായി. ഹീറോയിൻ ഇപ്പോൾ വീണ്ടും പ്രഗ്നൻ്റാണ്. ഹീറോയിൻ നഞ്ചൊരു മുറക്കായിരുന്നു. അത് കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒരു ബോയ് ബേബി ജനിച്ചായിരുന്നു. കുറേ ഡേയ്സ് പോകുന്നു. ഇപ്പോൾ ബേബി കുറച്ച് വളരാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ബുക്ക് എന്ന് പഠിക്കാതെ ആറമ്മനെ കണ്ടിട്ട് ഹീറോയിൻ മുറക്കായിരുന്നു. ആറം പറയുന്നത് എന്താ ഇങ്ങനെ മുറക്കുക, നിന്നെ മധുരമായി മോന് എന്ന് പറയാറ്. ഇതായിട്ട് ഹീറോയിൻ മുറക്കായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് ചിരിക്കായിരുന്നു. എന്തോ വച്ച് കാവടിയാണ് എടുക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറി.